ഈ ക്ഷേത്രത്തിൽ ഫോട്ടോഗ്രാഫി കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എത്രത്തോളം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പുമുണ്ടായിരുന്നില്ല. എങ്കിലും പരമാവധി വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീ കപിലേശ്വര സ്വാമി ക്ഷേത്രം കപില തീർത്ഥം എന്നും അറിയപ്പെടുന്നു. തിരുപ്പതിയിൽ സ്ഥിതി ചെയ്യുന്ന ഏക ശിവക്ഷേത്രമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ശിവന്റെ പ്രതിഷ്ഠ സ്വയം പ്രകടമായത് അല്ലെങ്കിൽ സ്വയംഭൂ എന്നും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിനടുത്തുള്ള വെള്ളച്ചാട്ടം പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ തിരുപ്പതിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശൈവക്ഷേത്രവും തീർത്ഥവുമാണ് കപില തീർത്ഥം. കപില മുനി പ്രതിഷ്ഠിച്ചതാണ് ഈ വിഗ്രഹം. അതിനാൽ ശിവനെ കപിലേശ്വരൻ എന്ന് വിളിക്കുന്നു. ശേഷാചലം കുന്നുകളുടെ ഭാഗമായ തിരുമല മലനിരകളുടെ താഴ്വരയിൽ കുത്തനെയുള്ളതും ലംബവുമായ ഒരു പർവ്വത ഗുഹയിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. പർവ്വത അരുവിയിലെ ജലം കപില തീർത്ഥം എന്നറിയപ്പെടുന്ന ക്ഷേത്ര പുഷ്കരിണിയിലേക്ക് നേരിട്ട് പതിക്കുന്നു. ക്ഷേത്ര ഐതിഹ്യമനുസരിച്ച് കപില മുനി ഈ സ്ഥലത്ത് ശിവനെ തപസ്സു ചെയ്യുകയും മുനിയുടെ ഭക്തിയിൽ ആനന്ദിക്കുകയും ചെയ്തു. ശിവനും പാർവതിയും സ്വയം അവതരിച്ചു. ലിംഗം സ്വയം പ്രകടമായതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കപില മുനി പുഷ്കരിണിയിലെ തീർത്ഥകുളത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഉയർന്നുവന്നതായി വിശ്വസിക്കപ്പെടുന്നു. 13 മുതൽ 16 വരെ നൂറ്റാണ്ടുകളിലെ വിജയനഗര രാജാക്കന്മാരിൽ നിന്ന്, പ്രത്യേകിച്ച് സാലുവ നരസിംഹദേവരായരിൽ നിന്നും ശാശ്വതമായി ഈ ക്ഷേത്രത്തിന് വളരെ നല്ല സംരക്ഷണം ലഭിച്ചു. ശ്രീകൃഷ്ണദേവരായർ അത്ര പ്രശസ്തനല്ല. പിൽക്കാല ഭരണാധികാരികളായ വെങ്കടപതി രായ, ആലിയ രാമരായ, ശ്രീകൃഷ്ണദേവരായരുടെ മരുമകൻ. ഇന്നത്തെ ക്ഷേത്രം തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങളുടെ ഭരണത്തിൻ കീഴിലാണ്. തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങളുടെ കീഴിൽ ഈ ക്ഷേത്രത്തിന് തുടർച്ചയായ സംരക്ഷണവും നിലനിൽപ്പും ലഭിക്കുന്നു. വാർഷിക ഉത്സവങ്ങൾ മഹത്തായ മഹത്വത്തോടെ ആഘോഷിക്കപ്പെടുന്നു. ബ്രഹ്മോത്സവം, അന്നാഭിഷേകം, മഹാശിവരാത്രി, വിനായക ചതുർത്ഥി എന്നിവയാണ് ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുന്ന പ്രസിദ്ധമായ ഉത്സവങ്ങൾ. ഫെബ്രുവരി മാസത്തിൽ നടക്കുന്ന ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ചടങ്ങാണ് കപിലേശ്വര സ്വാമി ബ്രഹ്മോത്സവം. മറ്റൊരു ശുഭദിനമാണ് കാർത്തിക മാസത്തിലെ പൗർണമി. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4 കിലോമീറ്ററും വെങ്കടേശ്വര ഭഗവാന്റെ തിരുമല തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്ന് 25 കിലോമീറ്ററും ദൂരെയുള്ള കപില തീർത്ഥം തിരുപ്പതിയിലെ ശേഷാദ്രി കുന്നുകൾക്ക് താഴെയുള്ള കപിലേശ്വര സ്വാമി ക്ഷേത്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ്. 100 അടിയിലധികം ഉയരത്തിൽ നിന്ന് പർവ്വത അരുവികളിലെ വെള്ളം ക്ഷേത്രപരിസരത്തുള്ള ഒരു വലിയ കുളത്തിലേക്ക് വീഴുന്ന സവിശേഷമായ വെള്ളച്ചാട്ടമാണിത്. തിരുപ്പതിയിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രവുമാണ് ഇത്. തിരുമല കുന്നുകളിലെ 108 പുണ്യതീർത്ഥങ്ങളിൽ ഒന്നാണിതെന്നും പറയപ്പെടുന്നു. ഇവിടെയുള്ള ശിവലിംഗം പിച്ചള കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ഭക്തരെ സ്വാഗതം ചെയ്യുന്ന നന്ദിയുടെ കൂറ്റൻ ശിലാപ്രതിമ ഉണ്ട്. പ്രധാന ക്ഷേത്ര പരിസരത്തിനകത്ത് നിരവധി ഉപദേവാലയങ്ങളുണ്ട്. കാമാക്ഷി, വിനായകൻ, സുബ്രഹ്മണ്യൻ, അഗസ്തീശ്വരൻ, ശ്രീകൃഷ്ണൻ എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവും വെള്ളച്ചാട്ടവും വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു. ഇവിടെയുള്ള പുണ്യസ്നാനം ഭക്തരെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വെള്ളച്ചാട്ടം അതിമനോഹരമായി തോന്നുന്നതിനാൽ മഴക്കാലത്ത് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണിത്. ശൈത്യകാലത്തിന്റെ അവസാനത്തിലും വേനൽക്കാലത്തും വെള്ളച്ചാട്ടം ശൂന്യമായിരിക്കും. കാർത്തിക മാസത്തിൽ പൗർണമി നാളിൽ ഉച്ചകഴിഞ്ഞ് ത്രിലോകത്തിലെ എല്ലാ തീർത്ഥങ്ങളും കപില തീർത്ഥത്തിൽ ചേരുന്നു എന്നാണ് പറയുന്നത്. ഈ സമയത്ത് കുളിച്ചാൽ ഒരു വ്യക്തിയുടെ എല്ലാ പാപങ്ങളും മോചിച്ച് ബ്രഹ്മലോകത്തേക്ക് പോകുമെന്നാണ് വിശ്വാസം. സ്വർണം, പശുദാനം, ഭൂമിദാനം എന്നിവ ദാനം ചെയ്താൽ വളരെ നല്ലതാണ് എന്നും വിശ്വാസമുണ്ട്. ഒരു പിടി അരി ദാനം ചെയ്താൽ അത് ചന്ദ്രലോകം നൽകുന്നു എന്നും, മന്ത്രോപദേശം ചെയ്താലും സ്വർഗം, കൈലാസം, വൈകുണ്ഠം, ബ്രഹ്മലോകം എന്നിവ ലഭിക്കും. ആയന്തി സർവ തീർത്ഥാനി മധ്യാഹ്നേ കാപിലം സരഹ് എന്ന മന്ത്രം ജപിക്കുകയും കാർത്തിക മാസത്തിൽ ഒരു പൗർണമി ദിവസം ഉച്ചതിരിഞ്ഞ് കുളിക്കുകയും ചെയ്യുന്നയാൾക്ക് ഈ പറഞ്ഞ എല്ലാ ഫലവും ലഭിക്കും. തിരുപ്പതിയിലെ കപിലേശ്വര സ്വാമി ക്ഷേത്രം തുറക്കുന്ന സമയവും അടയ്ക്കുന്ന സമയവും. ശ്രീ കപിലേശ്വര സ്വാമി ക്ഷേത്രം തുറക്കുന്ന സമയം രാവിലെ 5 മണി മുതൽ രാത്രി 9 മണി വരെ തുറന്നിരിക്കും. ബസ്, ട്രെയിൻ വഴി തിരുമല തിരുപ്പതി കപില തീർത്ഥം ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. തിരുപ്പതി ബസ് സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് കപില തീർത്ഥ ക്ഷേത്രം. കപിലേശ്വര ക്ഷേത്രത്തിലേക്ക് TTD സൗജന്യ ബസ്സുകൾ നടത്തുന്നു. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെയാണ് കപില തീർത്ഥം സ്ഥിതി ചെയ്യുന്നു. TTD സൗജന്യ ബസ്സുകൾ ഭക്തർക്കു നൽകുന്നു. തിരുമലയിൽ നിന്ന് കപില തീർത്ഥം കോനേരുവിലെത്താൻ 25 മിനിറ്റ് എടുക്കും. ബസ് വേയിൽ 21 കിലോമീറ്ററിലധികം എടുക്കും. തിരുമലയ്ക്കും കപില തീർത്ഥം കോനേരുവിനുമിടയിലുള്ള ഏകദേശ ഡ്രൈവിംഗ് ദൂരം 21 കിലോമീറ്ററാണ്.